കോടി ക്ലബിൽ എത്തിച്ച തന്റെ ആദ്യ സിനിമ 100 ദിനങ്ങൾ പിന്നിടിപ്പിച്ച തന്റെ ആദ്യ സിനിമ മലയാളത്തിലെ ഏറ്റവും മികച്ച ബ്ലോക്ക് ബസ്റ്റർ ആക്കി തീർത്ത ശ്രീ ജിതിൻ ലാലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജസ്റ്റ് ടു ബിഗിൻ വിത്ത് കുറച്ചുകൂടെ ഉഷാറായ ഒരു കയ്യടിയാവാം. തിയേറ്ററുകളിൽ ഇതിന്നും ഗംഭീരമായ കയ്യടികൾ പല ഇത് ഒറ്റയ്ക്ക് ഞാൻ ചെയ്തിട്ടുള്ളൊരു ഇതല്ല, ഒരു കൂട്ടം ARMന്റെ കൂടെ ഒരു കൂട്ടം ആൾക്കാർ, ഒരു 1000-ഓളം ആൾക്കാർ ARM എന്ന് പറയുന്ന സിനിമ സംഭവിക്കും. അജയന്റെ രണ്ടാം മോഷണം. അപ്പൊ ഈ രണ്ട് പുതുമുഖ സംവിധായകനിൽ നിന്നും തിരക്കഥാകൃത്തിൽ നിന്നും നമുക്ക് തുടങ്ങാം. ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ശ്രീ സുജിത് നമ്പ്യാർ. സുജിത് നമ്പ്യാർ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു സ്ഥാപനത്തിൽ, ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അവിടെ നിന്ന് സാധാരണ കിട്ടേണ്ട കഥകളുമായിട്ട് ഇതിന് സാമ്യമില്ല. ഒരു ഗംഭീര കൈയടി ഫോർ സുജിത് നമ്പ്യാർ. വളരെ നന്ദി. ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ സാധിക്കുക എന്നുള്ളത്, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആഗ്രഹിച്ച ഒരു വേദിയാണ്. ഇപ്പോൾ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയുടെ വിജയാഘോഷം നടക്കുന്ന സമയത്ത് ഞാൻ യാദൃശ്ചികമായിട്ട് നമ്മുടെ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് വളരെ യാദൃശ്ചികമായിട്ട് അവിടെ ഒരു അത്യാവശ്യ കാര്യത്തിന് ഒരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ അവിടെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമിലുണ്ടായിരുന്ന ഒരാൾ അപ്പോൾ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു, ഈ സിനിമ, അതായത് ഇത്രയും വർഷം നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാണ്, ഈ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണമെന്ന് തോന്നുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് അതൊരു ആഗ്രഹമായിരുന്നു, പക്ഷേ ഇന്ന് അതൊരു യാഥാർത്ഥ്യമാണെന്നുള്ളതാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലതും ആഗ്രഹിച്ചതൊക്കെ യാഥാർത്ഥ്യമായി മാറിയിട്ടുണ്ട്. ആ യാഥാർത്ഥ്യമായതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്, ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്, ചില വലിയ വിശ്വാസങ്ങളുടെ അതിൻ്റെ ഒരു പിൻബലമുണ്ട്. അപ്പോൾ എല്ലാവരോടും നന്ദി, ഇങ്ങനൊരു വേദിയിൽ ഇത് പറയാൻ സാധിച്ചതിലൊക്കെ. അപ്പോൾ നന്ദി, വളരെ നന്ദി. താങ്ക് യു സുജിത്. പോകരുത് സുജിത്ത്, ദയവായി ഇവിടെ സ്റ്റേജിൽ തുടരുക. ഓക്കെ, ഇനി അടുത്തതായി നമുക്ക് എല്ലാവർക്കും അറിയാം, ARM എന്ന മൂവിയിലെ നമ്മുടെ മൂവി ഗ്രാൻഡ് ഹിറ്റ് ആക്കിയ നമ്മുടെ സ്വന്തം ഡയറക്ടർ മിസ്റ്റർ ജിതിൻ ലാലിനെ വേദിയിലോട് സ്വാഗതം ചെയ്യുകയാണ്. അജയന്റെ രണ്ടാം മോഷണം ഗംഭീരമാക്കിയ തിയേറ്ററുകൾക്കുള്ള മെമൻഡോസിൽ നിന്നാണ് നമ്മൾ ഇവിടെ തുടങ്ങുന്നത്. അത് നൽകുവാൻ ഏറ്റവും പ്രാപ്തരായവർ ഇവർ തന്നെയാണ്, ഇതിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനും. സോ തിയേറ്റർ ഓണേഴ്സിനെ എല്ലാവരെയും ഞാൻ ഇതിലേക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. ഓരോരുത്തരായിട്ട് വിളിക്കുക മൊമെന്റോ കളക്ട് ചെയ്യാനായിട്ട്. ഫ്രം എറണാകുളം, ഷെണായിസ് തിയേറ്റർ, representative from Shenai's Theatres. Tripunithura Central Theatre. Nyarakal Majestic Theatre. Cherai Case Cinemas. തിയേറ്റേഴ്സിലുള്ള എല്ലാവരും കുറച്ചൊന്ന് ഫാസ്റ്റായിട്ട്, നമുക്ക് ശരിക്കും ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് ഇതിനകത്തൊരു 10-400 മെമൻഡോസ് കൊടുക്കാനുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫാസ്റ്റായിട്ട് പോയില്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും.
Cherai K Cinemas, Paravur Shafas, Edapalli Vanida Theatre, Aluva Casino Theatre, Manyapra 4-star Theatre, Kodamangalam G Cinemas, Viyur Deepa Theatre. ഇനി തിയേറ്റേഴ്സിൻ്റെ മെമൻറ്റോസ് എന്തെങ്കിലും ആർക്കെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ സൈഡ് സ്റ്റേജിലോട്ട് വന്നാൽ നിങ്ങൾക്ക് അത് മാറ്റി കളക്ട് ചെയ്യാം. വിയൂർ ദീപ തിയേറ്റർ, വടക്കാഞ്ചേരി താളം. താങ്ക് യു ചിതൻ. നമുക്ക് അജയന്റെ 2ാം വർഷത്തിന്റെ മേക്കിംഗ് വീഡിയോ ഒരു BTS കൂടെ കാണാം. നമുക്കൊരു പൊന്മാൻ എത്തിയിരിക്കുകയാണ്. അടുത്ത ഹിറ്റ് അടിച്ചിട്ട് നമ്മുടെ ബേസിൽ എത്തിക്കണം. ഒരു ഗംഭീര കൈയടി ഫോർ ബേസിൽ. ബേസിൽ ജോയിൻ ചെയ്യാണ് അജയന്റെ 2ാം വർഷത്തിന്റെ വിജയാഘോഷം. ഒടുവിൽ വിശ്വാസം പൂർവ്വം എന്നെ ഏൽപ്പിക്കുകയും ഈശ്വരാധീനം കൊണ്ടത് നന്നാക്കാൻ കഴിയുകയും ചെയ്തു. നമ്മുടെ ചില ആഗ്രഹങ്ങൾ ഇതിൻ്റെ ടൈറ്റിൽ ഞാൻ ഒരു 3 കൊല്ലത്തിന് മുന്നേ വരും. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇവിടെ കണ്ടു അജയൻ്റെ 2ാം മോഷണം. നല്ല ഗംഭീര ടൈറ്റില്. കൊള്ളാം. ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ നല്ലതല്ലേ? ദൈവം അത് ഇവിടെ കൊണ്ടെത്തിച്ച് 100 ദിവസം ഓടി കോടികളുടെ ക്ലബിലെത്തി. എന്തായാലും നിറഞ്ഞ സന്തോഷം. നന്ദി. തിയേറ്റേഴ്സ് കൊടുക്കാനാണ് വിളിച്ചത്. സ്വാഗതം ചെയ്യുകയാണ് സിനി പോലീസ് ഗ്രൂപ്പിന്റെ റെപ്രസെന്റേഷനെ വേദിയിലേക്ക് മൊമെന്റോ കളക്ട് ചെയ്യാനായിട്ട്. സിനി പോലീസ്. And from PVR Inox, Pan Cinemas, Ashirwad Cinemas, Vismaya's Multiplex, Dream Big Cinemas, any representation from KSFDC Theatre Group, Ladder Cinemax, Mini Mutut, വാക്കുമാരിച്ചു. മാത്രമല്ല പടം സൂപ്പർ ബമ്പർ ഹിറ്റായി. വളരെയധികം സന്തോഷം. ഈ ചിത്രം സ്വീകരിച്ച പ്രേക്ഷകർക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. Thank you, Shojit. Thank you so much. ഒരു
ഷോർട്ട് ഫിലിം ഡയറക്ടറായിട്ട് ഷോർട്ട് ഫിലിംസിലൂടെ നമ്മുടെ മുന്നിലേക്ക് വന്ന ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായി പിന്നെ വിനീത് ശ്രീനിവാസ് ഒരു ഗംഭീര കൈയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ഈ വേദിയിലേക്ക്. വളരെ സക്സസ്ഫുൾ ആയിട്ട് ആസ് എൻ ആക്ടർ, ആസ് എ ഫിലിം മേക്കർ ആൻഡ് ആസ് എൻ എന്റർടൈനർ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ബേസിൽ ജോസഫിന്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദിസ് എക്സ്ട്രാordinary talent, ബേസിൽ ജോസഫ്. ഇതിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം എന്നുള്ള നിലയിൽ എനിക്കും വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒപ്പം അഭിനയിക്കുന്നത് ടൊവിനോ. അപ്പോൾ എല്ലാ രീതിയിലും ഈ സിനിമയുടെ വിജയം ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. ജിതിൻ്റെ ആ ഒരു ജേണി ആദ്യം മുതലേ തന്നെ നേരിട്ട് അറിഞ്ഞ് കേട്ട് കണ്ടുവന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സക്സസ് ഭയങ്കരമായിട്ട് ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഈ ഒരു 100 crore നേടി ഇവിടെ എത്തി നിൽക്കുന്നു എന്ന് പറയുന്നത്, ഈ സിനിമ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ സക്സസ് നമ്മളെ തേടി എത്തും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് AR. തീർച്ചയായിട്ടും ഈ സക്സസിൻ്റെ ഭാഗമാവാൻ എനിക്കും സാധിച്ചതിൽ ജിതിനോടും ഉള്ള ഇതിൻ്റെ റൈറ്റർ സുജിത്ത് ചേട്ടനോടും ടൊവിനോയോടും പ്രൊഡ്യൂസർ ലിസ്റ്റിൻ ചേട്ടനോടും UGM ഫിലിംസിനോടും മറ്റ് ടെക്നീഷ്യൻസ് എല്ലാവരോടുമുള്ള നന്ദി ഹൃദയത്തിൽ അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. Thank you. Once again, I'd like to welcome. He is Director of Indian Film Industry. Bless you, sir. Bless you, sir. ആടുജീവിതത്തിന്റെ വാർത്തകൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല. എല്ലാ പ്രാവശ്യവും നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഈ ഒരു ചടങ്ങിൽ ബ്ലെസ് സാറിനെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ആമിൻ്റെ വിജയമായിട്ട് ബന്ധപ്പെട്ട് 2 വാക്ക്. അതോടൊപ്പം തന്നെ ബ്ലെസ്സി സാറ് ഇനി 2025-ലും 2026-ലൊക്കെ ഉറ്റുനോക്കുന്ന എന്തൊക്കെയാണ് സിനിമയിൽ നിന്നും കൂടെ എല്ലാവർക്കും കേൾക്കാനൊരു കൗതുകം കാണും. നമസ്കാരം. എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഒരു സംവിധായകൻ്റെ ആദ്യ സിനിമ ഇങ്ങനെ ആഘോഷിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള കാര്യമാണ്. ഞാൻ ഇതിനെ വിളിച്ച് പറയുമായിരുന്നു, ആദ്യത്തെ ഒരു പ്രോജക്റ്റ് തന്നെ ഇത്രയധികം വലിയ രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് അതിന് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയ ഇതിൻ്റെ നിർമ്മാതാക്കളായ ലിസ്റ്റിനും ഡോക്ടർ സക്രിയയ്ക്കുള്ള നന്ദിയും സ്നേഹം അറിയിക്കുകയാണ്. പിന്നെ ബേസിലിനെ കുറിച്ച് നമ്മൾ ബേസിലിന് എനിക്ക് അവാർഡ് കൊടുക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതും അല്ലെങ്കിൽ മൊമെൻ്റ് കൊടുക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് ബേസിലിൻ്റെ സിനിമ ഇന്ന് റിലീസ് ചെയ്ത് കുറച്ചു മുമ്പ് അതിനെക്കുറിച്ച് ഒരുപാട് നല്ല സംസാരങ്ങൾ കേട്ടതിന് ശേഷം നേരിട്ട് അഭിനന്ദിക്കാനൂടെ കഴിയുന്ന ഒരു അവസരമായിട്ട് ഇതിനെ കാണുവാണ്. ആൻഡ് യെസ്, മൊമെൻ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്ന സെമിനാറിൽ നമ്മൾ കിടക്കുകയാണ്. ശ്രീ ബേസിൽ ജോസഫിന് ബ്ലെസ്സി സാർ മൊമെൻ്റ് നൽകുകയാണ്. ARM മൂവിയുടെ സക്സസ് സെലിബ്രേഷൻ. A round of applause for this wonderful moment, ladies and gentlemen, please. Thank you, Blessed sir. Thank you, Blessed ഒരു second. Thank you, sir. ബ്ലെസ്സി സാറിൻ്റെ ഈ ഒരു മെമൻറ്റോ മേടിക്കാൻ ഇങ്ങനൊരു അവസരം ഒതുക്കിയതിൽ ഒരുപാട് സന്തോഷം. ബീങ് എ ഫാൻ ബോയ്, ആടുജീവിതം വരെ ഉള്ള സിനിമകൾ അത്രയേറെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ബ്ലെസ്സി സാർ ഇങ്ങനെ ഒരു വേദിയിൽ ഇവിടെ എത്തുകയും ഈ ഒരു മെമൻറ്റോ നൽകുകയും ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ജിതിൻ, താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. താങ്ക് യു ബേസിൽ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ എമ്പുരാന്റെ ഫംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോൾ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ബാക്കിൽ ഇരുന്നുകൊണ്ട് വൻ മരങ്ങൾക്കിടയിൽ നിന്നൊരു കമന്റ് കണ്ടു. അതിനുശേഷമുള്ള ഒരു മുട്ട പപ്സ് ഇപ്പോൾ ആയിട്ട് ലോകം മൊത്തം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ടൊവി ഉണ്ടായിരുന്നെങ്കിൽ ടൊവിയെ കൂടെ വിളിച്ച് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. ഇനി ബൈ ചാൻസ് ഇവിടെ ടൊവിയെ മിസ് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, അല്ലെങ്കിൽ ആ മുട്ട പപ്സ് പിന്നെ എന്തായി? അവിടെ കഴിഞ്ഞു. അത് ഇത്രയും AI ഒക്കെ ഉപയോഗിച്ച് ചെയ്ത് മുട്ട പപ്സ് കഴിക്കുന്ന വീഡിയോ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ടെക്നോളജിയുടെ ഒരു വളർച്ചയെ ഇപ്പൊ കൈ കൊടുക്കാനൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ടോയ്ക്ക് കറക്റ്റ് കിട്ടി. താങ്ക് യു. ഒരു ഗംഭീര കൈയടി ഫോർ ബേസിൽ ജോസഫ്, the real entertainer, actor, director.
ആമന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ അടുത്തത് ആഗ്രഹിക്കുകയാണ്. പ്രിയ ചലച്ചിത്രകാരൻ, സംവിധായകൻ, നടൻ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ മധുബാലനെ വേദിയിലേക്ക്. A round of applause for this wonderful artist, Sri Madhubal.